Welcome back to my YouTube channel. This is Chaitanya Purushothaman. അപ്പോൾ +1 അക്കൗണ്ടൻസിൻ്റെ ചാപ്റ്റർ 2 പാർട്ട് 9 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിലത്തെ പാർട്ടുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോൻ്റെ കാർഡിൽ കൊടുത്തിട്ടുണ്ട്, കയറി കാണുക. പിന്നെ എന്നത്തേതും പോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഉണ്ട്. അതും കൂടി എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി പറയാനുള്ളത് നമ്മുടെ ടാക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിലത്തെ പാർട്ടുകളൊന്നും കണ്ടില്ലെങ്കിൽ ഇതിന് മേലൊരു ഐ ബട്ടൺ വരുന്നുണ്ട്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പിലത്തെ പാർട്ടുകളൊക്കെ കാണാൻ പറ്റും. അത് കാണുക, എന്നിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഡയറക്റ്റ് ടാക്സ്, അതായത് ടാക്സുകൾ 2 തരത്തിലുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ട് ടാക്സുകളെ കുറിച്ചിട്ട്, പക്ഷെ അത് മലയാളത്തിലാണെന്ന് മാത്രം. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ 7ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് മലയാളത്തിലാണ്, ഇത് ഇംഗ്ലീഷിലാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ടാക്സുകൾ 2 തരത്തിലുണ്ട്. ഒന്ന് ഇൻഡയറക്റ്റ് ടാക്സ്, പിന്നെ ഡയറക്റ്റ് ടാക്സ്. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പരോക്ഷ നികുതി എന്നാണ് പറയുന്നത്, ഇൻഡയറക്റ്റ്. അപ്പോൾ അത് 2 തരത്തിൽ 2 പേർക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് GSTയുടെ കാര്യത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് സെൻട്രും സ്റ്റേറ്റും ഉണ്ട്. അത് സർവീസ് ടാക്സ്, അതുപോലെ എക്സൈസ് ഡ്യൂട്ടി, CST, കസ്റ്റംസ്, ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് കീഴിലാണ് ഈ ടാക്സുകളൊക്കെ വരുന്നത്. ഇനി സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്നത് വാറ്റ്, എൻട്രി ടാക്സ്, ഒക്ട്രോൾ, ലക്ഷറി ടാക്സ്, ഇതൊക്കെ സ്റ്റേറ്റിൻ്റെ കീഴിലാണ് ഈ ടാക്സുകളൊക്കെ വരുന്നത്. പിന്നെ പറയുന്നത് ഡയറക്റ്റ് ടാക്സാണ്. നമ്മളെ മലയാളത്തിലാണെങ്കിൽ പ്രത്യക്ഷ നികുതി എന്ന് പറയും. അത് ഒന്നേ ഉള്ളൂ, ഇൻകം ടാക്സ് ആണ് നമ്മളുടെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം റീപ്ലേസ്ഡ് ചെയ്തിട്ടുണ്ട് GSTയിലേക്കാണ് ഇപ്പം റീപ്ലേസ്ഡ് ചെയ്തിട്ട് ഒറ്റ നികുതിയാക്കിയിട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് ഒരു ടാക്സിൻ്റെ ഒരു ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമതായി പറയുന്നത് GST ഈസ് എ കോമൺ ലോ ആൻഡ് പ്രൊസീജിയർ ത്രൂ ഔട്ട് ദ കൺട്രി അണ്ടർ സിംഗിൾ അഡ്മിനിസ്ട്രേഷൻ. ഒരു കോമൺ ലോൻ്റെ, ഒറ്റ നിയമത്തിൻ്റെ, ഒരു പൊതുവായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തുടനീളം ഒരൊറ്റ ടാക്സിൻ്റെ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന സംഭവം. GST എന്ന് പറയുന്നത് ഒരു കോമൺ ലോൻ്റെ അടിസ്ഥാനത്തിൽ കൺട്രിയിൽ മുഴുവനും, ഇന്ത്യ എന്ന രാജ്യത്ത് മുഴുവനും ഒരൊറ്റ ലെവലിലാണ് ഈ ഒരു GST എന്ന് പറയുന്ന ടാക്സ് പ്രവർത്തിക്കുന്നത്. രണ്ടാമതായി പറയുന്നത് എന്താണ്? GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആൻഡ് ലീവിഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് അറ്റ് ദ സെയിം ഓഫ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ബൈ ദ എൻഡ് കൺസ്യൂമർ. അതായത് ഏത് സ്ഥലത്താണോ ഡെസ്റ്റിനേഷൻ, ആ ഡെസ്റ്റിനേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടാക്സ് ചുമത്തുന്നത്. അതും കൺസംഷൻ ചെയ്യുന്ന ആ പോയിന്റിൽ എപ്പോഴാണോ കൺസ്യൂമർ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസുകളോ വാങ്ങുന്നത് ആ സമയത്ത് ചെലുത്തുന്ന ഒരു ടാക്സാണ് GST എന്ന് പറയുന്ന ടാക്സ്. അതുപോലെ എവിടെ വെച്ചിട്ടാണോ, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണോ അതിൻ്റെ ഡെസ്റ്റിനേഷൻ, ഏത് സ്ഥലത്താണോ അത് വിൽക്കുന്നതും വാങ്ങുന്നതും, അതാണ് ആ ഒരു പോയിന്റും. അതുപോലെ തന്നെ ഏത് ടൈമിലാണോ നമ്മൾ ആ കൺസംഷൻ
നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു GST ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്നാമതായി പറയുന്നത് GST ഈസ് എ കോംപ്രഹെൻസീവ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് അറ്റ് ദ സെയിം റേറ്റ് വിത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓർ സബ്സ്ട്രാക്ഷൻ ഓഫ് വാല്യൂ. അതായത് എന്താ പറയുന്നത്, ഇൻപുട്ട് ടാക്സ് എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇൻപുട്ട് ടാക്സിൻ്റെ റേറ്റൊക്കെ എന്താണ്, സെയിം ആയ രീതിയിലാണ് ഇവർ കളക്ട് ചെയ്യുന്നത്. അതാണ് മറ്റൊരു GSTൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. GSTയുടെ മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ട് ടാക്സ് അതുപോലെ സബ്സ്ട്രാക്ഷൻ വാല്യൂ ഇതെല്ലാം സെയിം റേറ്റിലായിരിക്കും ഇവർ കളക്ട് ചെയ്യുന്നത്. അതാണ് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് നാലാമതായി പറയുന്നത് എന്താണ്, മിനിമം നമ്പർ ഓഫ് റേറ്റ്സ് ഓഫ് ടാക്സ് ഡസ് നോട്ട് എക്സീഡ് 2. രണ്ടിൽ കൂടുതലാവാൻ പാടില്ല മിനിമം റേറ്റ് എന്ന് പറയുന്നതാണ് പറഞ്ഞത്. 2% കൂടുതലാവാൻ പാടില്ല മിനിമം നമ്പർ ഓഫ് റേറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. അഞ്ചാമതായി പറയുന്നത് ദർ ഈസ് നോ സ്കോപ്പ് ഫോർ ലെവി ഓഫ് സെസ്, റീസെയിൽ ടാക്സ്, അഡീഷണൽ ടാക്സ്, ടേൺ ഓവർ ടാക്സ് എക്സെട്ര. അതായത് സെസ് അതുപോലെ റീസെയിൽ ടാക്സ് പിന്നെ അഡീഷണൽ കൊടുക്കേണ്ടി വരുന്ന ടാക്സ്, ടേൺ ഓവർ ടാക്സ് ഇതൊന്നിനും അവിടെ ഒരു സാധ്യതയുമില്ല. ഇതിനൊന്നും എന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. അതിനൊന്നും അവിടെ ഒരു സ്കോപ്പും ഇല്ല. ഏതിൽ, ഈ GSTയിൽ ഒരു സ്കോപ്പും അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അതൊന്നും കൊടുക്കേണ്ടതായിട്ട് വരില്ല എന്നാണ് പറയുന്നത്. അടുത്തത് ആറാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദർ ഈസ് നോ മൾട്ടിപ്പിൾ ലെവി ഓഫ് ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് സച്ച് ആസ് സെയിൽസ് ടാക്സ്, എൻട്രി ടാക്സ്, ഒക്ട്രോൾ, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഓർ ലക്ഷറി ടാക്സ് എക്സെട്ര. അതായത് ഇതിനൊന്നും എന്താണ് ടാക്സ് കൊടുക്കാനായിട്ട് ചുമത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ദർ ഈസ് നോ മൾട്ടിപ്പിൾ ലെവി ഓൺ ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ്. ഇതിനൊന്നും മൾട്ടിപ്പിൾ ആയിട്ട്, അതായത് ഇങ്ങനത്തേനൊന്നും എന്തില്ല, ടാക്സുകൾ ചുമത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ, അല്ലെങ്കിൽ ഇന്ന് പറയുന്ന ടാക്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ 6 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസും അതുപോലെ എന്താണ് GST, എന്താണ് ആ GSTയിലുള്ള ടൈപ്സ് ഓഫ് ടാക്സസ് ആർക്കൊക്കെ കൊടുക്കണം, ഇതൊക്കെ എന്തായാലും എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് GSTനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ഇൻട്രൊഡക്ഷൻ. ഒന്നാമതായി പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് GST ഹാസ് റിസൾട്ടഡ് ഇൻ ദ അബോളിഷൻ ഓഫ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ടാക്സസ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മേലുള്ള വിവിധ തരം നികുതികൾ ഒഴിവാക്കാൻ പറ്റി. ഒറ്റ നികുതിയായിട്ട് വന്നല്ലോ, GST എന്ന് പറയുമ്പോൾ ഒരൊറ്റ നികുതിയായിട്ട് വന്നു. അതുകൊണ്ട് എന്താണ് അതിന് മേലുള്ള, അതായത് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ മേലുള്ള വിവിധ ടൈപ്പിലുള്ള നികുതികൾ എന്ത് ചെയ്തു, ഒഴിവാക്കാൻ സാധിച്ചു. രണ്ടാമതായി പറയുന്നത് എന്താണ്, GST വിഡൻസ് the tax base the increased revenue to center and state, thereby reducing administrative cost for the government. എന്നാൽ GST വന്നതോടുകൂടി എന്താണ് ഗവൺമെൻറ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും റവന്യൂ വർദ്ധിച്ചു. അതോടുകൂടി എന്താണ് കുറേയൊക്കെ അവർക്ക് ഭരണ ചെലവുകൾ ഒഴിവാക്കാൻ പറ്റി. റവന്യൂ ഇൻക്രീസ് ചെയ്തല്ലോ GST വന്നതോടുകൂടി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും റവന്യൂ വർദ്ധിച്ചു. അതോടുകൂടി അവർക്ക് എന്താണ് കുറേയൊക്കെ ഭരണ ചെലവുകൾ ഒഴിവാക്കാൻ, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. മൂന്നാമതായി പറയുന്നത് GST ഹാസ് റെഡ്യൂസ്ഡ് കോംപ്ലയൻസ് ഓഫ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ്ഡ് വോളണ്ടറി കോംപ്ലയൻസ്. അതായത് പ്രായോഗിക ചെലവ്, അതായത് ഈ
സമ്പ്രദായത്തിൻ്റെ അതായത് നികുതി സമ്പ്രദായത്തിലെ പ്രായോഗിക ചെലവുകൾ ഒഴിവാക്കാൻ വേണ്ടി GSTയുടെ വരവോടുകൂടി സാധിച്ചു എന്നാണ് പറയുന്നത്. അതാണ് കോംപ്ലിക്കൻസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസിങ് വോളണ്ടറി കോംപ്ലിക്കൻസ് എന്നാണ് പറയുന്നത്. അതായത് അതായത് ഈ നികുതി സമ്പ്രദായത്തിലത്തെ പ്രായോഗികമായിട്ടുള്ള ചെലവുകൾ ഒഴിവാക്കി സ്വയം നമുക്കൊരു പ്രായോഗികമായിട്ടുള്ള ചിന്ത ഉണ്ടാവില്ലേ, അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നാണ് പറയുന്നത്. അത് GSTയുടെ ഒരു വരവോടുകൂടി സാധിച്ചു എന്നാണ് പറയുന്നത്. നാലാമതായി പറയുന്നത് GST ഹാസ് എഫക്റ്റഡ് റേറ്റ്സ് ഓഫ് ടാക്സ് ടു ദ മാക്സിമം ഓഫ് 2 ഫ്ലോർ റേറ്റ്സ്. അതായത് 2 തരത്തിലുള്ള റേറ്റുകൾ എവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, GSTയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. GST പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണെന്നുള്ളത്. GSTനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് 2 തരം റേറ്റുകൾ അവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെയും പറഞ്ഞത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞതും അത് തന്നെയാണ്. നാലാമത്തെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് 2 തരം റേറ്റുകൾ ഇവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് GST ഹാസ് റിമൂവ്ഡ് ദ കാസ്കേഡിങ് എഫക്റ്റ് ഓൺ ടാക്സേഷൻ. ഈ കാസ്കേഡിങ് എഫക്റ്റുകൾ എന്താണ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാസ്കേഡിങ് എഫക്റ്റുകൾ അടുത്ത പോയിന്റ്, ആറാമത്തെ പോയിന്റ്, GST വിൽ റിസൾട്ട് ഇൻ എൻഹാൻസിങ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എഫക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് കോൺസിക്വൻ്റ്ലി the demand and production of goods and service will increase. അതായത് എന്താ പറയുന്നത്, GST എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിനെ ബാധിച്ചോടുകൂടി എന്താണ് അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ കാര്യങ്ങളും കൂടുതലായിട്ട് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഗുഡ്സും സർവീസും പ്രൊഡക്ഷൻ ചെയ്യാൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിച്ചു എന്നാണ് പറയുന്നത്. കാരണം GST എന്ന് പറയുന്നത് ഈ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മാനുഫാക്ചറിങ് കോസ്റ്റിൽ വരെ എഫക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, ഈ ഗുഡ്സും സർവീസുകളും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അത് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. അതുവഴി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ GST സഹായിച്ചു എന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് എന്താണ്, it will eventually promote economic efficiency and sustainable long-term economic growth as GST is neutral to business processes, business models, organizational structure and geographical location. അതായത് എക്കണോമിക് പ്രൊമോഷൻ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് GST സഹായിച്ചു. അതുപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലോങ് ടേം എക്കണോമിക് ഗ്രോത്തിനും എന്താണ് ഈ GST സഹായിച്ചു എന്നാണ് പറയുന്നത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്തിനും അതുപോലെ എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യാൻ എഫിഷ്യൻസിൻ്റെ പ്രൊമോഷനും ഈ GST ഒരു കാരണമായി എന്നാണ് പറയുന്നത്. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, GST would help to extend competitive edge in international market for goods and service produced in the country leading to increased export. അതായത് എന്താണ് കോമ്പറ്റീഷൻ, അതായത് നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ ഗുഡ്സും സർവീസും കോമ്പറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി ഈ GST എന്ന് പറയുന്ന നികുതി അല്ലെങ്കിൽ ടാക്സ് സഹായിച്ചു എന്നാണ് പറയുന്നത്. അതുവഴി എന്ത് ചെയ്തു, കൂടുതലായിട്ടും എക്സ്പോർട്ടുകൾ ഉണ്ടാവാൻ വേണ്ടി സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇത്രയും ബെനിഫിറ്റുകളാണ് ഏതിനുള്ളത്, GST വന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്പോർട്ട് ഇൻക്രീസായി. ഇതൊക്കെയാണ് നമ്മുടെ GST വന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിനുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ്
ഈ ഒരു GSTനെ കുറിച്ച് നമ്മുടെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്ന് പറയുന്ന സംഭവം. ബെനിഫിറ്റ്സ്, ഈ 8 എണ്ണമാണ് ബെനിഫിറ്റ്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എക്സാം എന്തായാലും വരുന്ന ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ മുഴുവനും ഇമ്പോർട്ടൻ്റ് ആണിത്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വായിച്ചു പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കമൻറ്റ് ബോക്സിൽ. അടുത്തത് ഒരു ഫ്ലോ ചാർട്ട് കണ്ടിട്ടുണ്ട്. GSTൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാ സ്റ്റേറ്റ് മൂവ്മെൻറ്റും ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റുമാണ് തന്നിരിക്കുന്നത്. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് അകത്തുള്ള ചരക്ക് നീക്കം, അതായത് ഗുഡ്സും സർവീസുകളും തമ്മിലുള്ള കൈമാറ്റം. അതാണ് ഇൻട്രാ സ്റ്റേറ്റ്, സംസ്ഥാനത്തിനകത്തുള്ളത്. ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കൈമാറ്റം, അല്ലെങ്കിൽ ഗുഡ്സും സർവീസുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിതരണം. അതാണ് ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇൻട്രാ സ്റ്റേറ്റ് ആകുമ്പം സംസ്ഥാനത്തിനകത്തുള്ള മൂവ്മെൻ്റ് ആകുമ്പോൾ എന്താണ്, അതിൽ CGSTയും SGSTയും വരുന്നുണ്ട്. അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗവും വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗവും വരുന്നുണ്ട്. അതായത് സംസ്ഥാനങ്ങൾ തമ്മിലാവുമ്പോൾ, അതായത് സംസ്ഥാനത്തിനകത്തുള്ള കാര്യങ്ങളാവുമ്പോൾ എന്താണ്, അതിൽ സ്റ്റേറ്റുകൾ, സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ, ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ മാത്രം ഉള്ള മൂവ്മെൻറ്റ്സിനെയാണ് ഈ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്, CGSTയും SGSTയും ഇൻവോൾവ് ആവുന്നുണ്ട്. പക്ഷേ ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറയുമ്പം 2 സ്റ്റേറ്റുകൾ തമ്മിലാണ് ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. 2 സ്റ്റേറ്റുകൾ തമ്മിൽ. ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള വ്യാപാരങ്ങളാണ് ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം. ഇൻ്റർ സ്റ്റേറ്റ് അതിൽ എന്താണ്, IGST ആണ് ഇൻവോൾവ് ആവുന്നത്. IGST ആണ് അതിൽ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ IGST എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ GST levied by central and state concurrently. അതാണ് പറയുന്നത്. 2 ഗവൺമെൻറ് സംയുക്തമായിട്ടുള്ളതാണ് ഈ IGST എന്ന് പറയുന്ന സംഭവം. 2 ഗവൺമെൻറ്റും കൂടെ സംയുക്തമുള്ളത്. പക്ഷേ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 2 ഗവൺമെൻറ്റും വെവ്വേറെ തന്നെ കൊടുക്കണം. 2 ഗവൺമെൻറ്റിനും വെവ്വേറെ തന്നെ, അതായത് ഡിഫറെൻ്റ് രീതിയിൽ തന്നെ കൊടുക്കണം. അതാണ് പറയുന്നത്. അപ്പോൾ CGST എന്ന് പറയുമ്പം GST levied by സെൻട്രൽ ഗവൺമെൻറ്. CGST എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും എടുക്കുന്നത്. അതുപോലെ GST levied by the സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ നികുതി ഭാരം മുഴുവനും ആരായിരിക്കും എടുക്കുക, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എടുക്കുക. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻട്രാ സ്റ്റേറ്റും ഇൻ്റർ സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഈ പാഠം നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല 9 പാർട്ടുകളായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് പാർട്ടുകളാകുമ്പോൾ പെട്ടെന്ന് ഓരോ പാർട്ടുകൾ നമുക്ക് എടുത്തെടുത്ത് നോക്കി പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ മൊത്തം 9 പാർട്ടുകളായിട്ടാണ് ഈ ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ ആ 9 പാർട്ടുകളും ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായി കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക. എന്നിട്ടും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് മറുപടി തരുന്നതാണ്. അപ്പോൾ ഈ പാഠം നമുക്കിവിടെ അവസാനിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.